സിക്സ്ത് സ്റ്റാൻഡേർഡിലെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എക്സലൻറ്റ് ഹിന്ദി സ്റ്റഡി സെൻറ്ററിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് സിക്സ്ത് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ. कॉलोनी की सुरक्षा की पूरी जिम्मेदारी नंबर 1 पर थी. കോളനി की सुरक्षा की पूरी जिम्मेदारी മീൻസ് റെസ്പോൺസിബിലിറ്റിയാണ്. കോളനിയുടെ ഈ നമ്മുടെ ചോട്ടുവിൻ്റെ അച്ഛൻ അടക്കം എല്ലാവരും താമസിക്കുന്ന ആ കോളനി അല്ലേ, ജമീൻ കെ നീച്ച് അണ്ടർഗ്രൗണ്ടിൽ താമസിക്കുന്നതായിട്ടുള്ള ആ കോളനിയുടെ മുഴുവൻ സുരക്ഷയ്ക്ക് പൂരി ജിമ്മേദാരി, ആ സുരക്ഷയെക്കുറിച്ചുള്ള ആ ഒരു കോളനിയുടെ മുഴുവൻ സുരക്ഷയുടെയും ആ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം നമ്പർ 1 पर थी, നമ്പർ 1 അദ്ദേഹമാണല്ലോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. उन्होंने कुछ कागज़ समेटते हुए बोलना आरंभ किया. उन्होंने അദ്ദേഹം നമ്പർ 1 कुछ कागज़ സമേറ്റത്തെ ഹുയെ, കുറച്ച് പേപ്പേഴ്സൊക്കെ സമേറ്റത്തെ ഹുയെ അതൊക്കെ കളക്ട് ചെയ്തിട്ട് ബോൽന ആരംഭിക്കുക, സംസാരിക്കാനായിട്ട് തുടങ്ങി. ഇൻ ദോനോ अंतरिक्ष यानों को जलाकर खाक कर देने की क्षमता हम रखते हैं, मगर इससे हमें कोई जानकारी हासिल नहीं हो सकेगी. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഈ ദോനോ അന്തരീക്ഷയാനോക്കോ, ഈ മാസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ അന്തരീക്ഷയാൻ, ഈ സ്പേസ് ഷട്ടിലിനെ ജലാക്കർ ഖാക്കർ ദേനേക്ക് ക്ഷമത, ജലാക്കർ ഖാക്കർന എന്ന് പറഞ്ഞാൽ അതിനെ കത്തിച്ച് ചാമ്പലാക്കുക, അതിനുള്ള ക്ഷമത, അതിനുള്ള കഴിവ് ഹം രക്തഹേ, അതിനുള്ള കഴിവ് നമുക്കുണ്ട്. മഗർ എന്നാൽ അങ്ങനെ കത്തിച്ച് കളയുകയാണെങ്കിൽ ഹമേ കോയി ജാൻകാരി ഹാസിൽ നഹി ഹോ സകേഗി. സേ ഹമേ അതിൽ നിന്ന് നമുക്കൊരു അറിവ് പോലും, അല്ലെങ്കിൽ ഏത് ഗ്രഹത്തിൽ നിന്ന് വരും, മറ്റേതെങ്കിലും ഗ്രഹത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ അത് ഏത് ഗ്രഹത്തിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശ്യം എന്താണ്, ഇതിനെ പറ്റിയിട്ടൊന്നുള്ള ഒരു അറിവ് നമുക്ക് നേടാനായിട്ട് സാധിക്കത്തില്ല. ജാൻകാരി അറിവാണ്, അതിനെപ്പറ്റിയുള്ളൊരു ഇൻഫർമേഷൻ. ഹാസിൽ കർണ എന്ന് പറഞ്ഞാൽ നേടുക, അത് നേടാനുള്ള ഒരവസരം ഉണ്ടാവത്തില്ല അതിനെ കത്തിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അന്തരീക്ഷയാൻ ബേക്കാർ കർ ജമീൻ पर उतरने पर मजबूर कर देने वाले यंत्र हमारे पास नहीं. അന്തരീക്ഷയാൻ ബേക്കാർ കർണ എന്ന് വെച്ചാൽ ഈ സ്പേസ് ഷട്ടിലിനെ ബേക്കാർ കർ, അതായത് അതിനെ പ്രവർത്തനരഹിതമാക്കി, ജമീൻ പർ ഉതർന, അതിനെ പ്രവർത്തനരഹിതമാക്കി, ജമീൻ പർ ഉതർനെ പർ, അതായത് നിലത്തിറക്കാൻ, മസ്ബൂർ കർദേനെ വാലെ നിർബന്ധിതമാക്കുന്ന തരത്തിലുള്ള യന്ത്ര ഹമാരെ പാസ് നഹി, അങ്ങനെ ഒരു യന്ത്രം നമ്മുടെ പക്കലില്ല. അതായത് ഹാലാങ്കി അഗർ ഈ അന്തരീക്ഷയാൻ ഖുദ് ബഖുദ് ജമീൻ പർ ഉതർത്തെ ഹേ तो उन्हें बेकार कर देने की क्षमता हमें अवश्य है. हालांकि എന്നിരുന്നാലും എന്നൊക്കെയാണ് അർത്ഥം. അഗർ ഈ അന്തരീക്ഷയാൻ, ഈ സ്പേസ് ക്രാഫ്റ്റ് ഖുദ് ബഖുദ് ജമീൻ പർ ഉതർത്തെ ഹേ, അത് സ്വയം, അത് മറ്റാരും അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കാതെ അത് സ്വയം ജമീൻ പർ ഉതർത്തെ ഹേ, ഈ നിലത്ത് ചൊവ്വാഗ്രഹത്തിൻ്റെ ആ പ്രതലത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ഉന്നെ ബേക്കാർ കർ ദേനേക്ക് ക്ഷമത ഹമേ ആവശ്യം, അപ്പോൾ അതിനെ അത് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ പ്രവർത്തനരഹിതമാക്കാനുള്ള കഴിവ് ഹമേ ആവശ്യം, നമ്മളിൽ തീർച്ചയായിട്ടും ഉണ്ട്. മേരി ജാൻകാരിക്ക് അനുസാർ ഇൻ അന്തരീക്ഷ യാനോമേ സിർഫ് യന്ത്ര ഹേ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മേരി ജാൻകാരിക്ക് അനുസാർ, എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ, ഇൻ അന്തരീക്ഷ യാനോമേ, ഈ സ്പേസ് ക്രാഫ്റ്റിൽ സിർഫ് കേവലം, ഈ സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് കേവലം യന്ത്ര ഹേ, അത് മെഷീനാണ്. കിസി തരക്കെ ജീവ് ഇസ്മേ സവാർ നഹി ഹേ, ഒരു തരത്തിലുള്ള ജീവജാലങ്ങൾക്കും അതിൽ യാത്ര ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം അത് നമ്മളെ മറ്റൊരു തരത്തിൽ അറ്റാക്ക് ചെയ്യുന്ന ഒന്നുമല്ല, ഇത് യന്ത്രം മാത്രമാണ്. അതുകൊണ്ട് മറ്റ് ജീവികളൊന്നും അതിൽ ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞത്. നമ്പർ 1 की बात सही लगती है. നമ്പർ 1 പറഞ്ഞത് നല്ല കാര്യം. നമ്പർ 2 एक वैज्ञानिक थे. നമ്പർ 2 ഒരു വൈജ്ഞാനിക, ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. വെബോലെ അദ്ദേഹം പറഞ്ഞു, ഹാലാങ്കി എന്നിരുന്നാലും യന്ത്രം കോ ബേഖാർ കർ ദേനെ മേം ഭി ഖതറാ ഹെ, യന്ത്രം കോ ബേഖാർ കർ ദേനെ മേം ഭി ഖതറാ ഹെ, ഈ യന്ത്രത്തെ
എന്ത് ചെയ്യുക, ബേക്കാർ കർ ദേന, അതിനെ പ്രവർത്തനരഹിതമാക്കുന്നതിലും ഖതറാ ഹെ, അപകടം ഉണ്ട്. ഇസ്കെ ബേക്കാർ ഹോത്തെ ഹി, അതിനെ നമ്മൾ പ്രവർത്തനരഹിതമാക്കി കളയുകയാണ് എങ്കിൽ ദൂസരേ ഗ്രഹക്കെ ലോകം, മറ്റ് ഗ്രഹത്തിലെ ആളുകൾ ഹമാരെ ബാരേമേ ജാൻ ജായെങ്കിൽ, നമ്മളെക്കുറിച്ച് അവർക്ക് അറിവ് ലഭിക്കുക, അവരറിയും നമ്മളെക്കുറിച്ചിട്ട്. ഇസ്ലിയെ മേരി റായ്മേൻ, അതുകൊണ്ട് തന്നെ മേരി റായ്മേൻ, എൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് പറയുകയാണെങ്കിൽ, റായ് മീൻസ് അഭിപ്രായം, എൻ്റെ അഭിപ്രായത്തിൽ ഹമേ സിർഫ് അവലോകൻ കർത്തെ രഹ്ന ചാഹിയെ, നമ്മൾ കേവലം എന്താ ചെയ്യേണ്ടത്, സിർഫ് കേവലം അവലോകൻ കർത്തെ രഹ്ന ചാഹിയെ, നമ്മൾ ഒബ്സർവ് ചെയ്യണം എന്ന് വെച്ചാൽ അതിനെ നമ്മൾ നിരീക്ഷിക്കുക, എന്താണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്നുള്ളത് നമ്മൾ നിരീക്ഷിക്കുക, അല്ലാതെ അതിനെ പ്രവർത്തനരഹിതമാക്കണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായമെന്ന് അദ്ദേഹം പറഞ്ഞു. ജഹാൻ തക് ഹോ സഹേ ഹമേ അപ്നെ അസ്തിത്വ കോ छिपाए ही रखना चाहिए, क्योंकि हो सकता है जिन लोगों ने अंतरिक्षयान भेजे हैं वे कल को इनसे भी बड़े सक्षम अंतरिक्षयान भेजें. जहाँ तक हो सके, പറ്റുമെങ്കിൽ ഹമേ അപ്നെ അസ്തിത്വക്കോ ചിപ്പായി ഹി രഖ്ന ചാഹിയെ, അങ്ങനെ സാധിക്കുന്നുവെങ്കിൽ നമ്മൾ ഹമേ അപ്നെ അസ്തിത്വം, നമ്മുടെ ആ ഒരു എക്സിസ്റ്റൻസ്, നമ്മുടെ ആ ഒരു അസ്തിത്വം എന്ത് ചെയ്യുക, ചിപ്പായി ഹി രഖ്ന ചാഹിയെ, നമ്മുടെ ആ എക്സിസ്റ്റൻസ് നമ്മൾ മറച്ച്, ചിപ്പാന മീൻസ് ഒളിച്ചു വെക്കേണ്ടത് ആവശ്യമാണ്, ഒളിച്ചു വെക്കണം. ക്യൂങ്കി, എന്തുകൊണ്ടെന്നാൽ ഹോ സക്താ ഹെ ജിൻ ലോഗോനെ അന്തരീക്ഷയാൻ ഭേജേ ഹെ, അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ജിൻ ലോഗോനെ അന്തരീക്ഷാൻ ഭേജേ ഹെ, ഏത് ഗ്രഹത്തിൽ നിന്നാണോ അല്ലെങ്കിൽ മറ്റ് ഏത് ആളുകളാണോ ഈ സ്പേസ് ക്രാഫ്റ്റിനെ ഭേജേ ഹെ അയച്ചിട്ടുള്ളത്, വേ കൽക്കോ ഇൻസേബി, നാളെ അവരെന്ത് ചെയ്യും, കൽക്കോ നാളത്തേക്ക് അവർ ഇൻസേബി ബെഡെ, ഇതിനേക്കാൾ വലിയ സക്ഷം, കുറച്ചും കൂടി പ്രവർത്തന സജ്ജം അല്ലെങ്കിൽ കുറച്ചും കൂടി പവർഫുള്ളായിട്ടുള്ള അന്തരീക്ഷയാൻ ഭേജയും, കുറച്ചും കൂടി പവർഫുള്ളായിട്ടുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റ് അവർ അയക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു എക്സിസ്റ്റൻസ് നമ്മൾ മറച്ചു വെക്കുക. ഹമേ യഹാ കാ പ്രബന്ധ് कुछ इस तरह रखना चाहिए जिससे इन यंत्रों को एक गलतफहमी हो कि इस ज़मीन पर कोई भी चीज़ इतनी महत्वपूर्ण नहीं है कि जिससे वे लाभ उठा सकें. हमें यहाँ का प्रबंध कुछ इस तरह रखना चाहिए, हमें यहाँ का प्रबंध कुछ इस तरह रखना चाहिए എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെയുള്ള തയ്യാറെടുപ്പുകൾ, പ്രബന്ധം, ആ തയ്യാറെടുപ്പുകൾ കുച്ച് ഇസ്തര രഖ്ന ചാഹിയെ, നമ്മൾ ഇപ്രകാരം എടുക്കണം, നമ്മുടെ തയ്യാറെടുപ്പുകൾ ഇങ്ങനെ ആവണം. എങ്ങനെ, ജിസസെ ഇൻ യന്ത്രോങ്കോ എ ഗൽഫഗ്മി ഹോക്കി, അതായത് നമ്മുടെ തയ്യാറെടുപ്പ് കൊണ്ട് ഇൻ യന്ത്രോങ്കോ, നമ്മൾ ഇത്തരം തയ്യാറെടുപ്പുകൾ എടുക്കണം, ഈ വരുന്ന സ്പേസ് ക്രാഫ്റ്റിന് ഗൽഫഹമി ഹോഗി, ഗൽഫഹമി എന്ന് പറഞ്ഞാൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, തെറ്റിദ്ധാരണ ഉണ്ടാവണം, അതായത് അത് തെറ്റിദ്ധരിക്കപ്പെടണം. ഈ സെമീൻ പർ കൊയ് ബി ചീസ് ഇത്നി മഹത്വപൂർണ്ണ നഹി, ഈ ഭൂമി, ഈ ജമീൻ, ഈ മണ്ണിൽ കൊയ് ബി ചീസ്, ഒരു വസ്തു പോലും ഇത്തിനി മഹത്വപൂർണ്ണ നഹി ഹെ, അത്ര പ്രാധാന്യമുള്ള ഒന്നുമില്ല, ജിസസേ വെല്ലാം ഉഡാസഹെ, അതുകൊണ്ട് ആർക്കാണോ പ്രയോജനം ഉണ്ടാകുന്നത്, ആരാണോ ഈ സ്പേസ് ക്രാഫ്റ്റിനെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്, അവർക്ക് ഒരു കാരണവശാലും ഇതിൽ നിന്നൊരു പ്രയോജനം ഉണ്ടാവാത്ത തരത്തിൽ നമ്മളിതിനെ എന്ത് ചെയ്യണം, തെറ്റിദ്ധരിപ്പിക്കണം. അങ്ങനെ വേണം, അങ്ങനെയുള്ളൊരു തയ്യാറെടുപ്പ് വേണം നടത്താനായിട്ട്. നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു എക്സിസ്റ്റൻസ് മറ്റൊരു ഗ്രഹത്തിലുള്ളവരെ ബോധിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. അത്തരത്തിൽ നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തണം. അധ്യക്ഷ മഹോദയ से मैं दरख्वास्त करता हूँ कि इस तरह का प्रबंध हमारे यहाँ किया जाए. അധ്യക്ഷ മഹോദയ്, ആ പ്രസിഡന്റ് സാറിനോട് മേ ദർഖ്വാസ്ത് കർത്താഹും, ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഇസ്തരക്ക പ്രബന്ധം, ഇത്തരം തയ്യാറെടുപ്പുകൾ ഹമാരെ യഹാ കിയാ ജായേ, നമ്മുടെ ഇവിടെ അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ വേണം നമ്മൾ നടത്താൻ എന്ന്. നമ്പർ 3 സാമാജിക് വ്യവസ്ഥ കാ കാം ദേഖ്തേ ഥേ. നമ്പർ 3 സാമാജിക് വ്യവസ്ഥ, അവിടുത്തെ സോഷ്യൽ സിസ്റ്റം ഒക്കെ നോക്കുന്ന വ്യക്തിയായിരുന്നു. സോഷ്യൽ സിസ്റ്റത്തിൻ്റെയൊക്കെ കൺട്രോൾ അദ്ദേഹത്തിൻ്റെ പക്കലായിരുന്നു. അപ്പോൾ എല്ലാവരും സംസാരിച്ചതിന് ശേഷം ഉൻകി ബാത് കെ ജവാബ് മേ, അദ്ദേഹം പറഞ്ഞ ബാത്ത് മീൻസ് കാര്യം, ആ കാര്യത്തിൻ്റെ ജവാബ് മീൻസ് റിപ്ലൈ, ആ റിപ്ലൈക്ക് അധ്യക്ഷ കുച്ച് ബോൽനെ ജാ രഹി ഥേ, അധ്യക്ഷ ആ സമിതിയുടെ പ്രസിഡൻ്റായിരുന്ന വ്യക്തി എന്തോന്ന് സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയായിരുന്നു. അപ്പോഴേക്കും ഫോൺ കി ഘണ്ടി ബെച്ചി, ഫോൺ റിങ് ചെയ്തു. അധ്യക്ഷനെ ചോങ്ക ഉടായ, അധ്യക്ഷൻ എന്ത് ചെയ്തു, ഫോൺ എടുത്തു.
एक मिनट बाद സഭ को संबोधित करते हुए उन्होंने कहा. ഒരു മിനിറ്റിന് ശേഷം അദ്ദേഹം അവിടെ കൂടിയിരുന്ന ആ ഒരു സഭയെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഭായിയോ അന്തരീക്ഷിയാൻ ക്രമാങ്ക് ഏക് ഹമാരി ജമീൻ पर उतर चुका है. സഹോദരങ്ങളെ, ഹമാരെ നമ്മുടെ ഇവിടെ ക്രമാങ്ക് ഏക് അന്തരീക്ഷിയാൻ, അതായത് സ്പേസ് ക്രാഫ്റ്റ് നമ്പർ 1 നമ്മുടെ പ്രതലത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഉതർ ചുക്കാ ഹെ. वह दिन छोटू के लिए बड़ा ही महत्वपूर्ण दिन था. ആ ദിവസം ആ അന്തരീക്ഷിയാൻ അല്ലെങ്കിൽ ആ സ്പേസ് ക്രാഫ്റ്റ് ആ ചൊവ്വാഗ്രഹത്തിൻ്റെ മാർസിൻ്റെ ആ പ്രതലത്തെ തൊട്ട ദിവസം ചോട്ടുവിനെ സംബന്ധിച്ചിടത്തോളം ബഡാ ഹി മെഹത്വപൂർണ്ണ ദിൻ ഥ. ചോട്ടുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള, വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. പാപ്പ ഉസേ കൺട്രോൾ റൂം ലേഗേ. ചോട്ടുവിൻ്റെ അച്ഛൻ എന്താ ചെയ്തത്, അവനെ കൺട്രോൾ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. യഹാ സെ അന്തരീക്ഷിയാൻ ക്രമാങ്ക് ഏക് സാഫ് നസർ ആ രഹാ ഥാ. അവിടെ നിന്ന് അന്തരീക്ഷിയാൻ സ്പേസ് ക്രാഫ്റ്റ് ക്രമാങ്ക് ഏക് നമ്പർ 1 അതിനെ വളരെ ക്ലിയറായിട്ട്, വളരെ വൃത്തിയായിട്ട് നസർ ആ രഹാ ഥാ കാണാൻ പറ്റുമായിരുന്നു. കൈസ അജീബ് ലഗ് രഹാ ഹൈ ഹാം, ഇസ്കെ അന്തർ ക്യാ ഹോഗാ പാപ്പ, കൈസ അജീബ് ലഗ് രഹാ ഹൈ ഹാ. അപ്പോൾ അജീബ് മീൻസ് വിചിത്രം, എന്ത് വിചിത്രമായിരിക്കുന്നു. ഇസ്കെ അന്തർ ക്യാ ഹോഗാ പാപ്പ, അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും അച്ഛ എന്ന് ചോട്ടുവിൻ്റെ അച്ഛനോട് ചോദിച്ചു. ചോട്ടുവിനെ പൂച്ചന ചോദിച്ചു. അബി നഹീം പത്തായ ജാ സക്ത, ഇപ്പം പറയാൻ പറ്റത്തില്ല. ദൂർ സെ ഹി ഉസ്കാ നിരീക്ഷൻ ജാരി ഹെ, അങ്ങ് അകലെ നിന്ന് തന്നെ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് നിരീക്ഷണം നടക്കുന്നുണ്ട്. അതിനെ ആളുകളെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. ഉസ് പർ ബരാബർ ഹമാര ധ്യാൻ ഹെ और उसके हर रंग पर हमारा नियंत्रण है. അപ്പോൾ ചോട്ടുവിൻ്റെ അച്ഛൻ ചോട്ടുവിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്, അതിൽ ഞങ്ങളുടെ ആ സ്പേസ് ക്രാഫ്റ്റിൽ നമ്മുടെ ശ്രദ്ധയുണ്ട്, നമ്മുടെ ശ്രദ്ധ നന്നായിട്ടുണ്ട്. ഉസ്കെ ഹർ റംഗ് പർ, അതിൻ്റെ ഓരോ പാർട്ടിലും, ആ യന്ത്രത്തിൻ്റെ ഓരോ പാർട്ടിലും ഹമാര നിയന്ത്രണം, നമ്മുടെ കൺട്രോൾ ഉണ്ടെന്ന് അച്ഛൻ ചോട്ടുവിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. വക്താനെ പർ ഹി ഹം അകല കഥം ഉടായെങ്കിൽ, സമയമാകുമ്പോൾ ഹം അകല കഥം ഉടായെങ്കിൽ, അടുത്ത സ്റ്റെപ്പ് നമ്മൾ വയ്ക്കും. അകല കഥം, നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വയ്ക്കും. ചോട്ടു കെ പാപ്പാനെ ബതായ, ചോട്ടുവിൻ്റെ അച്ഛനത് പറഞ്ഞു. ഉन्होंने ചോട്ടു को एक कंसोल दिखाया जिस पर कई बटन थे. ആ സമയത്ത് അദ്ദേഹം ചോട്ടുവിൻ്റെ അച്ഛൻ ചോട്ടുവിനെ एक कंसोल മീൻസ് കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് മാതിരിയുള്ള ഒരു തരം പാനലാണ്. അവിടെ പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള ഒരു കൺസോൾ കാണിച്ചു കൊടുത്തു. ജിസ് പർ കൈ ബട്ടൺ തെ, അതിലൊരുപാട് ബട്ടൺ ഉണ്ടായിരുന്നു ആ പാനലിൽ. अब अंतरिक्ष यान से एक यांत्रिक हाथ बाहर निकला. अब अंतरिक्ष यान से, ഇപ്പോൾ ആ സ്പേസ് ക്രാഫ്റ്റിൽ നിന്ന് एक यांत्रिक हाथ, ഒരു യന്ത്രക്കൈ ബാഹർ നിഖല, പുറത്തേക്ക് വന്നു. ഹർ പൽ ഉസ്കി ലംബായി ബഡ്തി ഹി ജാ രഹി തി. ഹർ പൽ, ഓരോ നിമിഷവും ഉസ്കി ലംബായി, അതിൻ്റെ ആ ലെങ്ത് ബഡ്തി ഹി ജാ രഹി തി, എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അതിങ്ങനെ കൂടി വരുന്നുണ്ടായിരുന്നു. और शायद ज़मीन तक पहुंचकर मिट्टी उखेर लेना चाहता था. और शायद, അതൊരു പക്ഷെങ്കിൽ, മേ ബി, ഷായദ് ജമീൻ തക് പഹുഞ്ചുകർ, ആ ചൊവ്വാഗ്രഹത്തിൻ്റെ പ്രതലത്തിലെത്തിയിട്ട്, പഹുഞ്ചിന എത്തിച്ചേർന്നിട്ട്, മിട്ടി ഉഖേർ ലേന ചാഹത്താ ഥാ, മണ്ണിങ്ങനെ കോരിയെടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അതിനായിരിക്കാം ഈ കൈ ഇങ്ങനെ നീണ്ടു വന്നത്. അങ്ങനെ കോരിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. सब लोग स्क्रीन पर दिखाई दे रही अंतरिक्ष यान की इस हरकत को ध्यान से देख रहे थे. सब लोग, മുഴുവൻ ആളുകളും, അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകളും സ്ക്രീൻ പർ ദിഖായി ദേ രഹി, അതായത് ആ കൺട്രോൾ റൂമിൽ കൂടിയിരുന്ന ആളുകൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. സബ് ലോഗ് സ്ക്രീൻ പർ ദിഖായി ദേ രഹി, ആ സ്ക്രീനിൽ കാണുന്നതായ അന്തരിക്ഷ് യാൻ കി, ആ സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഇസ് ഹർക്കത് കോ, അതിൻ്റെ ചലനങ്ങളെ ധ്യാൻ സെ ദേഖ് രഹേ ഥേ, അത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി ധ്യാൻ സെ ദേഖ് രഹേ ഥേ, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സിവ ഏക് കെ, സിവ എന്ന് പറഞ്ഞാൽ കൂടാതെ, സിവ ഏക് കെ എന്ന് പറഞ്ഞാൽ ഒരാൾ കൂടാതെ. ഉസ്ക ധ്യാൻ, ആ വ്യക്തിയുടെ ശ്രദ്ധ, ഉസ്ക ധ്യാൻ കഹിം ഔർ ഹി ഥാ, മറ്റ്
ഒന്നിലായിരുന്നു, മറ്റെവിടെയോ ആയിരുന്നു. ചോട്ടു കാ സാരാ ധ്യാൻ ഥാ കൺസോൾ പാനൽ പർ. അപ്പോൾ ഒരാളുടെ കാര്യം പറഞ്ഞു, വേറെ ആളുടെ മാത്രം ശ്രദ്ധ അവിടെ എങ്ങും അല്ലായിരുന്നു അല്ലേ. ചോട്ടു കാ സാരാ ധ്യാൻ ഥാ, ചോട്ടുവിൻ്റെ മുഴുവൻ ശ്രദ്ധയും എവിടെയായിരുന്നു? കൺസോൾ പാനലിലായിരുന്നു. മറ്റേ ബട്ടണൊക്കെ ഒരുപാടുള്ള കൺസോൾ പാനൽ അച്ഛൻ കാട്ടിക്കൊടുത്തില്ലേ, അതിലായിരുന്നു അല്ലേ. കൺസോൾ കാ एक ബട്ടൺ ദബാനെ की अपनी इच्छा को रोक नहीं पाया. ആ കൺസോൾ പാനലിൻ്റെ അല്ലെ അതിൻ്റെ ഏക് ബട്ടൺ ദബാന, ഒരു ബട്ടൺ ദബാന അമർത്താനുള്ള അപ്നി ഇച്ഛാക്കോ, തൻ്റെ ആഗ്രഹത്തെ റോക്ക് നഹീം പായ, അവനത് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലായിരുന്നു, അവന് നിർത്തിവെക്കാൻ സാധിച്ചില്ല. ലാൽ ലാൽ ബട്ടൺ, ആ ലാൽ ലാൽ ബട്ടൺ, ആ ചുവന്ന കളറിലുള്ള ആ ബട്ടൺ ഉസെ ബർബസ് എന്ന് പറഞ്ഞാൽ ബലം പ്രയോഗിച്ച്, അവനെ ബലം പ്രയോഗിച്ച് അപ്പനീ തരഫ് ഖീഞ്ച് രഹാത്ത, തന്നിലേക്ക് ഇങ്ങനെ വലിച്ചെടുപ്പിക്കുകയായിരുന്നു. ആ ലാൽ ബട്ടൺ അവനെ എന്ത് ചെയ്യുകയാണ്? തന്നിലേക്ക് ഇങ്ങനെ വലിച്ചെടുപ്പിക്കുകയായിരുന്നു എന്ന്. ഖീഞ്ചിന വലിക്കുക എന്ന് വെച്ചാൽ അവന് അത് തൊടണം എന്നുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാവുകയായിരുന്നു. ഒരു സഹസ ഖദരേക്ക് ഖണ്ഡി ബച്ചി, പെട്ടെന്ന് ഖദരേക്ക് ഖണ്ഡി ബച്ചി, ഒരു അപകടത്തിൻ്റെ ഖണ്ഡി ബച്ചി, ആ ഒരു മണി മുഴങ്ങി. സബ്കി നിഗാഹേ കൺസോൾ കി തരഫ് മുടി, എല്ലാവരുടെയും ദൃഷ്ടി എവിടേക്ക് തിരിഞ്ഞു? കൺസോൾ കി തരഫ്, ആ കൺസോൾ പാനലിലേക്ക് തിരിഞ്ഞു. പാപ്പാനെ ചോട്ടുകോ അപ്നി തരഫ് കീഞ്ചിത്തെ ഹുയെ, അച്ഛൻ എന്താ ചെയ്തത്? ചോട്ടുവിനെ അപ്നി തരഫ്, തൻ്റെ വശത്തേക്ക് കീഞ്ചിത്തെ ഹുയെ, വലിച്ചിട്ട് ഏക് ഝാപ്പഡ് റസീദ് കർ, ഒരു ശക്തിയായ ഒരു അടി വെച്ച് കൊടുത്തിട്ട് ലാൽ ബട്ടൺ കോ പൂർവ്വസ്ഥിതി में ला रखा, ആ ചുവന്ന ബട്ടൺ എന്ത് ചെയ്തു? ആ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നു. മഗർ, എന്നാൽ ഉസ് തരഫ് അബ് അന്തരീക്ഷ യാൻ കെ ഉസ് യാന്ത്രിക് ഹാത്ത് കി ഹർക്കത്ത് സഹസ രുക് ഗയി. പക്ഷെങ്കിൽ ഉസ് തരഫ്, മറുവശത്ത് ആ അന്തരീക്ഷയാൻ, ആ സ്പേസ് ക്രാഫ്റ്റിൻ്റെ യാന്ത്രിക് ഹാത്ത്, അതിൻ്റെ യന്ത്രക്കൈ, ആ യന്ത്രക്കൈയുടെ ഹർക്കത്ത്, അതിൻ്റെ ചലനം സഹസ രുക്കുകയും, പെട്ടെന്ന് ഈ സമയത്ത് നിന്നു. യന്ത്ര ബേക്കാർ ഹോ ഗയ, ആ യന്ത്രം എന്തു ചെയ്തു? സ്പേസ് ക്രാഫ്റ്റിന് എന്ത് സംഭവിച്ചു? പ്രവർത്തന രഹിതമായി പോയിരുന്നു. ഉദർ പൃഥ്വി പർ നാഷണൽ एरोनॉटिक्स एंड स्पेस एडमिनिस्ट्रेशन नासा द्वारा प्रस्तुत वक्तव्य ने सबका ध्यान अपनी तरफ ആകർഷിത് कर लिया. ആ സമയത്ത് ആ സ്പേസ് ക്രാഫ്റ്റിൻ്റെ പ്രവർത്തനം നിലച്ചപ്പോഴുണ്ടായ ഒരു സ്പീച്ച് അവർക്കൊക്കെ കേൾക്കാൻ സാധിച്ചു. ഉദർ പൃഥ്വി പർ, ഭൂമിയിൽ, നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ, നാസ, നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബഹിരാകാശ ഏജൻസിയായ നാസ മുഖേന പുറത്തുവിട്ട ഒരു സന്ദേശം ആ സമയത്ത് എല്ലാവർക്കും കേൾക്കാൻ സാധിച്ചു. അതിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ആ വശത്തേക്ക് തിരിഞ്ഞു. മംഗൾ കി ധർത്തി പർ, ഇങ്ങനെയാണത് കേൾക്കുന്നത്. മംഗൾ കി ധർത്തി പർ ഉതരാ ഹുവ അന്തരീക്ഷയാൻ. നമ്മൾ ആലോചിക്കണം, ഇപ്പോഴാണ് ഭൂമിയിൽ നിന്ന് വരുന്ന ആ സന്ദേശം അവർ കേൾക്കുന്നത്. മംഗൾ കി ധർത്തി പർ ഉതരാ ഹുവ അന്തരീക്ഷയാൻ വൈക്കിംഗ് അപ്നാ നിർദ്ധാരിത കാര്യ കർ രഹാ ഹൈ. മംഗൾ കി ധർത്തി പർ ഉതരാ ഹുവ, ചൊവ്വയുടെ പ്രതലത്തിലിറങ്ങിയ അന്തരീക്ഷയാൻ, ആ സ്പേസ് ക്രാഫ്റ്റ് വൈക്കിംഗ്, എൻ്റെ പേരാണ് വൈക്കിംഗ്. അപ്നാ നിർദ്ധാരിത കാര്യം, തന്നിൽ ഏൽപ്പിച്ച ദൗത്യം കർ രഹാ ഹൈ, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാലാങ്കി, എന്നിരുന്നാലും കിസി അജ്ഞാത കാരണവശ്, അവർക്കറിയാത്ത എന്തോ ഒരു കാരണത്താൽ അന്തരീക്ഷ യാൻ കി യാന്ത്രിക് ഹാത്ത് ബേക്കാർ ഹോ ഗയാ ഹൈ, ആ സ്പേസ് ക്രാഫ്റ്റിൻ്റെ യന്ത്രക്കൈ പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. നാസ के तकनीशियन इस बारे में जांच कर रहे हैं तथा इस यांत्रिक हाथ को दुरुस्त करने में प्रयास भी जारी है. नासा के तकनीशियन, നാസയിലെ ടെക്നീഷ്യൻ ഇസ് ബാരെ മേ ജാഞ്ച് കർ രഹേ ഹെ, എന്തുകൊണ്ടാണ് അതിനെ പ്രവർത്തനരഹിതമായത്, അതിനെക്കുറിച്ച് ജാഞ്ച് കർ രഹേ ഹെ, അതിനെക്കുറിച്ച് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. തഥാ ഇസ് യാന്ത്രിക് ഹാത്ത് കോ, ഒപ്പം ഈ യന്ത്രക്കൈയെ ദുരുസ്ത് കർണേമേ, അതിനെ
നന്നാക്കാനുള്ള, അതിനെ കറക്റ്റ് ചെയ്തെടുക്കാനുള്ള പ്രയാസ് ബി ജാരി ഹെ, അതിൻ്റെ പരിശ്രമം തുടരുന്നുണ്ട്. അങ്ങനെ ഒരു അനൗൺസ്മെൻ്റാണ് അവർ കേട്ടത്. ഇസ്കെ കുച്ച് ഹി ദിനോം ബാദ്, ഇതിന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പൃഥ്വി കെ സഭി പ്രമുഖ അഖ്ബാറോ മേ ഛപ്പ, പൃഥ്വി കെ ഭൂമിയിലെ സഭി പ്രമുഖ അഖ്ബാറോ മേ, മുഴുവൻ ഫേമസ് ആയിട്ടുള്ള ന്യൂസ് പേപ്പറിലും അച്ചടിച്ചു വന്നു. എന്താ അച്ചടിച്ചു വന്നത്? നാസ കെ ടെക്നീഷ്യനോं को रिमोट कंट्रोल के सहारे वैक्यूम को दुरुस्त करने में सफलता मिली है. നാസ के ടെക്നീഷ്യനോं को, നാസയിലെ ടെക്നീഷ്യന്മാർക്ക് റിമോട്ട് കൺട്രോൾ കെ സഹാരെ, റിമോട്ട് കൺട്രോളിൻ്റെ സഹായത്തോടെ, കെ സഹാരെ അതിൻ്റെ സഹായത്തോടെ, വാക്യൂം കോ ഈ സ്പേസ് ക്രാഫ്റ്റായ എൻ്റെ പേരാണ് വാക്യൂം, അതിനെ ദുരുസ്ത് കർണമേ അതിനെ നന്നാക്കുന്നതിൽ സഫലത മിലി ഹെ വിജയം കൈവരിച്ചിട്ടുണ്ട്. യാന്ത്രിക് ഹാത്തിനെ अब मंगल की मिट्टी के विभिन्न नमूने इकट्ठे करने का काम आरंभ कर दिया है. യാന്ത്രിക് ഹാത്തിനെ ആ യന്ത്ര കൈ अब मंगल की मिट्टी के ഇപ്പോൾ ചൊവ്വാഗ്രഹത്തിൻ്റെ മാർസിൻ്റെ മണ്ണിൻ്റെ വിഭിന്ന നമൂനെ പലതരത്തിലുള്ള പല മോഡൽസ് ഇക്കട്ട കർണമേ, മണ്ണിൻ്റെ പല മാതൃകകൾ ഇക്കട്ട കർണമേ അത് കളക്ട് ചെയ്യാൻ ആ ജോലി ആരംഭിക്കറിയ, അത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ന്യൂസ് ഭൂമിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ന്യൂസ് പേപ്പറിലും അച്ചടിച്ചു വന്നു. पृथ्वी के वैज्ञानिक मंगल की इस मिट्टी का अध्ययन करने के लिए बड़े उत्सुक थे. पृथ्वी के वैज्ञानिक ഭൂമിയിലെ സയൻറ്റിസ്റ്റ് मंगल की इस मिट्टी का മാർസിലെ ഈ മണ്ണിനെ കുറിച്ച് അധ്യയൻ കർണയ്ക്കലി അതിനെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ബടെ ഉത്സുകത, അവർ ഭയങ്കര ഈഗറായിരുന്നു, അവർ ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടി ഇരിക്കുകയായിരുന്നു, അവർ ഭയങ്കര താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മീദീക്ക് അവരിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഇസ് മിട്ടിക്ക് അധ്യയൻസ് ഈ മണ്ണിൻ്റെ ആ ഒരു പഠനത്തിലൂടെ ഇസ് ബാത്ത് കാ പതാ ലഗായ ജാ സഹേഗാക്കി ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും. എന്ത് കാര്യം? ക്യാ മംഗൾ കെ ഗ്രഹ പർ ബി പൃഥ്വി കി ഹി തറഹ്, ചൊവ്വാഗ്രഹത്തിലും ഭൂമിയിലേതുപോലെ സൃഷ്ടി കാ അസ്തിത്വം ഹേ, ജീവൻ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ പ്രശ്നം, ഈ ഒരു ക്വസ്റ്റ്യൻ ആജ് ബി ഏക്ക് രഹസ്യ ഹേ, ഇന്നും വളരെ സീക്രട്ടായിട്ട് ഉണ്ട്. പാഠം ഞാൻ പഠിപ്പിച്ചത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.